hallelujah, hallelujah. La 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 la, la 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 la, la 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 la, la 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 la, la 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 la. രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം. വിടുതല വിടുതലായി ജീവനായി രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം. ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിരുന്നപ്പോൾ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിരുന്നപ്പോൾ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിരുന്നപ്പോൾ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിരുന്നപ്പോൾ വിശ്വസിച്ചിടും എൻ കർത്താവേ. സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിരുന്നപ്പോൾ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിരുന്നപ്പോൾ വിശ്വസിച്ചിടും എൻ കർത്താവേ. മെയ് മാസം 1-ാം തീയതി പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് EGM ഓഫ് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ളതായ മിഷണറിമാരും സഹകാരികളുമെല്ലാം സംബന്ധിച്ച പ്രോഗ്രാം വളരെ അനുഗ്രഹീതമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു, ക്രമീകരിച്ചു, നടത്തി. അതോർത്ത് വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നിശ്ചയമായും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എത്തിച്ചേർന്ന മിഷണറിമാർ 5 ദിവസം നമ്മോടൊപ്പം താമസിച്ചു. അവർക്ക് വേണ്ട പരിശീലന പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തു. അതിന് ശേഷം അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നമുക്കെല്ലാവർക്കും പ്രചോദനമായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഈ തരുണത്തിൽ EGM ഓഫ് ഇന്ത്യയുടെ ബാംഗ്ലൂർ, ചെന്നൈ, കോട്ടയം എന്നീ മേഖലകളിൽ സോണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയ ജാൻസി വർഗീസ് എന്ന സഹോദരിയുടെ
ഒരു സന്ദേശം ഇന്ന് നിങ്ങൾക്ക് കേൾപ്പാനായിട്ട് സാധിക്കും. ഈ ഇൻട്രൊഡക്ഷന് ശേഷം അവർ ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതാണ്. സഹോദരിമാരുടെ ഇടയിലുള്ള വേലയ്ക്ക് അവർ നേതൃത്വം നൽകുന്നു. കർത്താവ് കൊടുത്ത കൃപയ്ക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനുമൊത്തവണ്ണം വർഷങ്ങളായി ഈജിയം ഓഫ് ഇന്ത്യയുടെ ശുശ്രൂഷയ്ക്ക് ചുമൽന്ന് നിൽക്കുന്നു. ഈ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ സന്ദേശം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹബഹുമാനമുള്ള എൻ്റെ ആത്മീയ ഗുരുവായ VP മത്തായി സാറ് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, ദാസിമാർ, ഭാരതത്തിൻ്റെ 28 സ്റ്റേറ്റിൽ നിന്നായി കടന്നു വന്നിരിക്കുന്ന മിഷണറിമാർ, ഗോസ്പൽ വർക്കേഴ്സ്, ഇവാഞ്ചലിസ്റ്റുമാർ, കടന്നു വന്ന മാതാപിതാക്കൾ, കൊച്ചുമക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈജിയം ഓഫ് ഇന്ത്യയുടെ 8ാമത് ഐക്യ കൺവെൻഷനിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരുന്ന് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ദൈവത്തെ സ്തുതിക്കാനായിട്ടുണ്ട്. 2008 ശൂന്യതയിലേക്ക് നോക്കി അതിനകത്തിറങ്ങിയെങ്കിൽ സർവശക്തനായ ദൈവം 2016 ആയപ്പോൾ അതേ നന്ദിയോടെ സ്തോത്രം, ദർശനങ്ങളെ തന്ന ദൈവം അത് പൂർത്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യാം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിൽ ദർശനം തന്ന ദൈവം അത് നമുക്ക് പൂർത്തീകരിച്ചു തരുന്ന ദൈവമാകിയാൽ ദൈവമക്കളെ എന്താഗ്രഹത്തോടെ പ്രാർത്ഥിച്ചോ അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കണ്ട് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വാക്യ സുപരിചിതമായ ഒരു വാക്യം വായിച്ച് ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള ചില ഭാഗങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വായിച്ചു കേട്ട വേദഭാഗം നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവേ, നീ ഇതിനെ വാഴ്ത്തണമേ, നുറുക്കണമേ. ഞങ്ങളോട് ഇന്ന് പകൽക്കാലം ഒരുമിച്ച് നീ അവിടുന്ന് സംസാരിക്കണമേ. നിന്റെ ശബ്ദം കേൾക്കുവാൻ നീ ഞങ്ങളെ കർത്താവേ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഇതിന് നടുവിൽ നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അടിയനെ നിന്റെ കരങ്ങളിൽ തരികയാ. നീ അവിടുന്ന് അറിയുന്നല്ലോ കർത്താവേ, ഇന്ന് പകൽക്കാലം നീ ഉപയോഗിക്കുന്ന ഉപകരണമായി നിർത്തിയാട്ടെ. ക്രൂശിന്റെ മറവിലേക്ക് മാറ്റി നിർത്തണം ദൈവമേ. നീ അവിടുന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, നമ്മളെല്ലാവരും വായിച്ചു കേട്ടിട്ടുള്ളതായ, പ്രസംഗിച്ചിട്ടുള്ളതായ സുപരിചിതമായ വേദഭാഗമാണ് ഇന്ന് ഞാനിവിടെ വായിക്കാനായിട്ടിടയായത്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോ ദൈവം എനിക്ക് ധ്യാനിക്കുവാൻ തന്ന അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. അതിനകത്ത് നമ്മൾ ഒരുപാട് അത് കേട്ട് പരിചിതമായിട്ടുള്ളതായ വേദവാക്യങ്ങൾ ഉണ്ടെങ്കിലും അവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയാ, ഉസിയാ രാജാവ് മരിച്ച ആണ്ടില്. ദൈവമക്കളെ, ആ വാക്യത്തിനൊരു പ്രസക്തിയുണ്ട്. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ എന്നവിടെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു യുഗത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്ന ആ സമയം യെശയ്യാവ് ദർശനം കാണാനുണ്ടായ കാരണം നമുക്ക് മനസ്സിലാകണമെങ്കിൽ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഉസിയാവ് ആരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 16-ാമത്തെ വയസ്സിൽ രാജാവായി 52 വർഷം ഒരു മനുഷ്യന്റെ പ്രധാന ആയുസ് അവൻ ഇസ്രായേൽ ഭരിക്കാനായിട്ടിടയായി. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, യഹോവയ്ക്ക് പ്രസാദമായുള്ളത് അവൻ ചെയ്യുവാനായിട്ടിടയായി. സഖറിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായി, പ്രസാദമുള്ളവനായി ജീവിച്ചു എന്ന് കാണാനായി സാധിക്കും. എന്നാൽ പിന്നീട് പുറകിലേക്ക് വരുമ്പോ അവൻ അന്യാരാധനയിലേക്ക് കടന്നു വന്നു. അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി.
പുരോഹിതന്മാർ അവനെ പുറത്താക്കി എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, ഇന്ന് ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവം ബോധ്യപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. ഉസിയ രാജാവ് ശക്തനായ ഒരു രാജാവ്. അത് ദൈവമക്കളെ 52 വർഷം രാജ്യം പണിതായ രാജാവ്. അതേ ഉസിയ രാജാവ് മരിച്ചപ്പോഴാണ് യെശയ്യാവ് ദർശനം കണ്ടത്. ഞാനിങ്ങനെ ഇന്ന് ധ്യാനിച്ചപ്പോൾ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ആദ്യം മിസൈൽ എറിയാൻ കണ്ടുപിടിച്ചത് ഒരുപക്ഷെ ഈ ഉസിയ രാജാവായിരിക്കാം. എനിക്കറിയില്ല, എൻ്റെ മണ്ടബുദ്ധി തോന്നിയത്. ദൈവമക്കളെ, ശക്തനായ ഒരു രാജാവ് രാജ്യങ്ങളെ, അയൽ രാജ്യങ്ങളെ അവൻ കീഴടക്കുവാനായിട്ടിടയായി. ഒരുപക്ഷെ ദാവീദ് കഴിഞ്ഞാൽ ഇത്രമാത്രം ശക്തിയോടെ നിന്ന ഒരു രാജാവുണ്ടോ എനിക്കറിയില്ല. അതേ രാജ്യങ്ങളെ കീഴടക്കി, അയൽ രാജ്യങ്ങളെ കീഴടക്കി. അതേ വാണരുളിയ ഉസിയ രാജാവ് മരിച്ചപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുക, യെശയ്യാവ് വിചാരിച്ചു കാണും, യെശയ്യാ പ്രവാചകൻ വിചാരിച്ചു കാണും, അയ്യോ രാജാവ് മരിച്ചുപോയി. ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കി, അതെ യുദ്ധം ചെയ്ത് ചുറ്റുമുള്ളവരൊക്കെ ആയി ശത്രുതയിലായി. ഇനി കടന്നു വരുന്ന ആരാണെന്ന് അറിയില്ല. ചുറ്റുമുള്ള രാജാക്കന്മാർ നമ്മളെ ആക്രമിക്കുമോ എന്നറിയില്ല. ഇനി ഇസ്രായേലിന്റെ ഗതി എന്താകുമെന്ന്, അല്ലെങ്കിൽ യഹൂദയുടെ ഗതി എന്താകുമെന്ന് അറിയില്ലെന്നോർത്ത് ഒരുപക്ഷെ യെശയ്യാവ് ഭാരത്തോടിരിക്കുമ്പോ ദൈവം കൊടുത്തൊരു ദർശനമുണ്ട്. അതെ, ഇസ്രായേലിന്റെ ദൈവം, ഹല്ലേലൂയ, അവൻ ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണാനിടയായി. ഇന്ന് പകൽക്കാലം അവിടെ നിന്നൊരു ആത്മീയ ദൂത് പറഞ്ഞ് മുന്നോട്ട് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുക. സിംഹാസനത്തിൽ ആരൊക്കെ കടന്നു വന്നാലും ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ യേശു കർത്താവ് മാത്രമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഭാരത സുവിശേഷീകരണത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രങ്ങൾ, അതെ രാജ്യത്തില് ഭരണാധികൾ മാറി മാറി വരും. എതിർപ്പുകൾ വന്നേക്കാം, വംശീയ രാജാക്കന്മാർ നേതൃത്വത്തിലേക്ക് കടന്നു വന്നേക്കാം. എന്നാൽ ദൈവമക്കൾ നോക്കേണ്ടത് ഉയർന്നും പൊങ്ങിയുമായി ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനെയാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. യെശയ്യാവ് കണ്ടപ്പോ യെശയ്യാവിന് ദൈവം കൊടുക്കുന്നതായ ദർശനം എന്തെന്ന് ചോദിച്ചാൽ, ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ. യെശയ്യാവേ, ഉസിയാവല്ല ഇവിടെ വരിക്കേണ്ടത്. നീ ഉസിയാവിനെ കണ്ടല്ല, നമ്മുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണ്? ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ശാന്തമായി ചിന്തിക്കണം. ഒരു രോഗം വരുമ്പോ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറായിരിക്കും നമ്മുടെ സിംഹാസനത്തിൽ ഇരിക്കുക. ഇനി ഈ സിംഹാസനത്തില് അതെ നമ്മൾ അവനെ വെച്ചിരിക്കുക. അത് ഉപേക്ഷിച്ചു, ഇനി അവിടെ നിന്ന് രക്ഷയില്ല. എന്നാൽ ദൈവമക്കളെ, അവനേക്കാൾ വലിയവൻ ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ ഇരിപ്പുള്ളത് കൊണ്ട് അങ്ങോട്ട് നോക്കി വേല ആരംഭിക്കാൻ ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം കൺവെൻഷനൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രവർത്തിച്ച സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്നോട് കടന്നു വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ശുശ്രൂഷ, എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? ഞാൻ വീട്ടിൽ ചെന്നും ഇന്ന് രാവിലെ മത്തായി സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, പറയാനൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം എവിടെയും താഴ്ത്തിയില്ല, എവിടെയും കുറച്ചില്ല. അവൻ വളർത്തുക തന്നെ ചെയ്തു. അതുകൊണ്ടൊന്നേ പറയാനുള്ളൂ, ദൈവം വളർത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ 8 വർഷത്തിന് മുമ്പ് കർത്താവിന്റെ വേലക്കിറങ്ങിയ ഇതിന്റെ പ്രവർത്തകര്, ഇതിനോടൊപ്പം നിൽക്കുന്നവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവം തരാത്തത് എന്താ ഉള്ളേ? ഹല്ലേലൂയ. ചോദിച്ചതിനേക്കാൾ നിലച്ചതിനേക്കാൾ അത്യന്തം പരമായി നടത്തിയെങ്കിൽ നമ്മുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ യേശു കർത്താവാണ്. ഹല്ലേലൂയ. അതിലപ്പുറം ആരെയും നമ്മൾ കാണാനായിട്ടിടയാകരുത്. നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ. അവിടെ നന്ദിയോടെ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ, യെശയ്യാവ് അതിനകത്ത് കണ്ട ദർശനത്തെ നമുക്ക് കാണുമ്പോൾ അവൻ കണ്ട 3 കാര്യങ്ങൾ ആ ദർശനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഒന്നാമത് അവൻ കണ്ടത് എന്താണെന്നറിയാമോ? സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശു കർത്താവിനെ അവൻ കണ്ടിട്ട്, രണ്ടാമത് അവൻ കണ്ടത് വിശുദ്ധിയെ കാണാൻ ഇടയായി. നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം വലിയ കുഴപ്പമില്ല. അധികാരത്തിലിരിക്കുന്നവൻ, സകല അധികാരങ്ങളും തരുന്നവൻ, രാജാതി രാജാവ്, അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു കാണുമ്പോ നമുക്ക് സന്തോഷമാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം യെശയ്യാവ് കണ്ടു. അവൻ കാണുകയാണ്, അവൻ്റെ വിശുദ്ധിയെ അവൻ കാണുകയാ, അവൻ്റെ പരിശുദ്ധിയെ അവൻ കാണുകയാ. എന്താണ് കാണുന്നത്? യേശു, അതെ, അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ സാറാപ്പുകൾ 2 കൊണ്ട് മുഖം മറച്ചിരിക്കുക. അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയാതെ അവർ പറന്നു നിൽക്കുകയാ. അവൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയാതെ അവരെ ചിറകുകൊണ്ട് 2 ചിറകുകൊണ്ട് തൻ്റെ ശരീരത്തെ മറച്ചിരിക്കുന്ന
ആ വിശുദ്ധിയെ നോക്കി ദൂതന്മാര് തന്നെ സാറാപ്പുകൾ തന്നെ പറയുക, ഓ അങ്ങോട്ട് നോക്കിക്കേ, അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത അതിപരിശുദ്ധമായ അത്ര വിശുദ്ധിയോടെ നിൽക്കുന്ന അതെ അതെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ പരസ്പരം നോക്കി ആർത്തിട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ കർത്താവിൻ്റെ ശുശ്രൂഷയിലും അവൻ്റെ വേലയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിട്ടുള്ളൂ. നമ്മൾ കാണേണ്ട ഒന്ന്, നമ്മുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ കാണണം. രണ്ട്, അവൻ്റെ വിശുദ്ധിയെ ഇന്ന് പകൽക്കാലം കാണുവാനായിട്ടിടയാകണം ദൈവമക്കളെ. അതേ വിശുദ്ധിയെ യെശയ്യാവ് ദർശിക്കുക. അയ്യോ സ്വർഗീയ അതെ ദൂതന്മാരായിരിക്കുന്ന സാറാപ്പുകൾക്ക് പോലും അവൻ്റെ അടുത്തേക്ക് നിൽക്കാൻ പറ്റാത്ത അതിപരിശുദ്ധമായ വിശുദ്ധനായ ദൈവമെന്ന് യെശയ്യാവ് കാണാനായിട്ടിടയായി. നമ്മൾ അവൻ്റെ വിശുദ്ധി കണ്ടിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? നമ്മളെപ്പോഴും പ്രൈസ് ദി ലോർഡ് യെശയ്യാവ് പറയാ, അവനെ കണ്ടുവെന്നാ പറയുന്നത്. ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ടെന്ന് പറഞ്ഞാൽ ഈ സാറാപ്പുകൾക്ക് പോലും കാണാൻ വയ്യാത്ത അതിപരിശുദ്ധനായ ദൈവത്തെ അവൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ അവിടെ അവന് ഭാഗ്യം ലഭിക്കുവാനിടയായി. നമ്മൾ വിശുദ്ധി അളക്കുന്നത് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടാണ്. നമ്മൾ പറയുമോ ആ പാസ്റ്ററേക്കാൾ അല്ലെങ്കിൽ ആ ദൈവദാസനേക്കാൾ അല്ലെങ്കിൽ മത്തായി സാറിനേക്കാൾ ജാൻസി വർഗീസിനേക്കാൾ അങ്ങനെയുള്ള സ്വഭാവമൊന്നും എനിക്കില്ല, അതിനേക്കാൾ കുറച്ചുകൂടി പ്രാർത്ഥന കുറച്ചുകൂടി നല്ല സ്വഭാവമൊക്കെ എനിക്ക് ആ ദാസനെ പോലെയല്ല ഞാൻ. നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കി ഒരു വിഷയം കേട്ടാൽ നമ്മൾ പറയും, അയ്യോ അങ്ങനെ ചെയ്തോ, എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയണേ, എന്നെ കൊണ്ട് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരെ താതാത്മ്യപ്പെടുത്തി ചിന്തിക്കാതെ അതേ നമുക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാം, നമ്മുടെ വിശുദ്ധിയെ അളക്കാം. എവിടെയെങ്കിലും ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ശുദ്ധീകരിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ടിടയാകട്ടെ ദൈവമക്കളെ. ദർശനം കണ്ട യെശയ്യാവിനൊരു കാര്യം മനസ്സിലായി. അതെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ ആ വെളിച്ചത്തിൽ അവനവൻ്റെ കുറവുകൾ കണ്ടെത്തി. ഒന്ന്. രണ്ടാമത് അവൻ എന്താണ് കണ്ടെത്തിയത്? അതെ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആ വെളിച്ചത്തിന് നടുവില് നന്ദിയോടെ സ്തോത്രം അവന്റെ അധികാരത്തെ അവൻ കണ്ടു. അവന്റെ അധികാരം അവൻ എവിടെ ഇരിക്കുന്നെന്ന് അവന് മനസ്സിലായി. അവന്റെ വിശുദ്ധി അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്, അവൻ്റെ അശുദ്ധി കാണാനിടയായി. മൂന്നാമത്തെ കാര്യം നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. ദൈവമക്കളെ യെശയ്യാവ് അശുദ്ധനാണെന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ ആ കാര്യമൊന്നും അവിടെ വിശദീകരിക്കുന്നില്ല. അശുദ്ധനായെന്ന് വിളിച്ചു പറയുമ്പോൾ അതൊരു തീക്കട്ട കൊടിലേലെടുത്ത് അവൻ്റെ അതരത്തെ സ്പർശിച്ചപ്പോൾ അവൻ ശുദ്ധനായി തീരുവാനായിട്ട് ഇടയായി. അങ്ങനെയാണെങ്കിൽ സ്തോത്രവും ഹല്ലേലൂയ പറഞ്ഞിട്ട് നമ്മളൊക്കെയാണെങ്കിൽ പണ്ടേ എന്ത് ചെയ്തേനെ? തിരിച്ചു പോകുന്നതിന്. ഓ രക്ഷപ്പെട്ടു, എന്നെ അവൻ വിശദീകരിച്ചു, ഞാൻ വിശുദ്ധനായി, എൻ്റെ അതരത്തെ തൊട്ടു, ഞാൻ ശുദ്ധനായി, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോരാനായിട്ടിടയായേനെ. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത് ദൈവമക്കളെ? യെശയ്യാവ് തിരിച്ചു പോരാതെ അവൻ അവിടെ നിൽക്കുമ്പോൾ ആ വെളിച്ചത്തിലൂടെ അവൻ കണ്ട മറ്റൊരു കാര്യമുണ്ട്. അവൻ വിളിച്ചു പറഞ്ഞതായ, അയ്യോ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഞാൻ ശുദ്ധിയില്ലാത്ത അശുദ്ധരായ ജനത്തിൻ്റെ നടുവിലാണ് ജീവിക്കുന്നത്. എൻ്റെ ചുറ്റുപാടുള്ള ജനവും അശുദ്ധരായി. അതേ ചുറ്റുപാടുള്ള ജനങ്ങൾ അശുദ്ധിയിൽ നിൽക്കുന്ന ജനങ്ങളാണ്. ചുറ്റുപാടുമുള്ള ജനത്തെക്കുറിച്ച് ഭാരമുണ്ടായ യെശയ്യാവ് പ്രൈസ് ദി ലോർഡ് ആ ജനത്തിന് വേണ്ടി ദൈവസന്നിധി വെയിറ്റ് ചെയ്യുക. അവൻ അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്, ആരെ അയക്കേണ്ടു, ആരെനിക്കായി പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവീക ദർശനം പ്രാപിച്ച് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മളെ മാത്രം കണ്ടാൽ പോരാ, നമ്മുടെ ചുറ്റുപാടും അശുദ്ധിയിലായിരിക്കുന്ന അനേകരെ കാണുവാൻ, ഒരാത്മഭാരം നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരാത്മഭാരം നമ്മുടെ ഉള്ളിൽ കടന്നു വരാനായിട്ടിടയാകണം. എൻ്റെ ദൈവമേ നന്ദിയോടെ സ്തോത്രം. എൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾ ഞാൻ മാത്രം വിശദീകരിച്ച പോരാ, ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ട പോരാ, ഞാൻ മാത്രം ആരാധിച്ച പോരാ. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ പ്രദേശങ്ങളിൽ, എൻ്റെ ചുറ്റുപാടുകളിൽ, എൻ്റെ പട്ടണങ്ങളിൽ, എൻ്റെ രാജ്യങ്ങളിൽ അനേകർ യേശുവിനെ
അറിയാതിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നന്ദിയോടെ സ്തോത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരൊരുങ്ങാനായിട്ടിടയാകും ദൈവമക്കളെ. ആ ഒരു ആത്മഭാരം ഇന്ന് പകൽക്കാലം പ്രാപിച്ചുകൊണ്ട് വേണം കടന്നു പോകാൻ. ഭാരതത്തിൻ്റെ 28 സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന മിഷണറിമാർ ഈ സ്റ്റേജിൻ്റെ പുറകിലിരിപ്പുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. അവരിലേക്ക് ഞാൻ അവിടെ നിന്ന് അവരെ സ്റ്റേജിലിരിക്കുമ്പോൾ ഞാൻ ആ ബാക്കിലിരുന്ന് നോക്കി ഒരുപാട് ദൈവത്തെ സ്തുതിച്ചു. നന്ദിയോടെ സ്തോത്രം. അശുദ്ധി കിടക്കുന്ന ജനത്തെ കാണുവാൻ ഒരു ദർശനം ലഭിച്ചത് കൊണ്ട് അത് ജീവിതത്തിന്റെ നടുവില് നന്ദിയോടെ സ്തോത്രം എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. സിക്കിമിലെ മിഷണറി കടന്നു നിന്നിട്ടുണ്ട്. ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് ഇന്നലെയാന്ന് പകലാന്ന് തോന്നുന്നു ബദൽ ക്ലാസ് കഴിഞ്ഞ് അവശനായി നിൽക്കുന്ന മിഷണറിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സിക്കിമിലെ ഏറ്റവും കൂടിയ ചൂട് 13-14 ഡിഗ്രിയാണ്. എന്നാൽ ഇവിടുത്തെ 42 ഡിഗ്രിയിലേക്ക് ആന്ധ്രാപ്രദേശിലൂടെയൊക്കെ ഗുവാഹട്ടിയിൽ നിന്ന് 3 ദിവസത്തെ യാത്ര ചെയ്ത് പ്രിയ മിഷണറി കടന്നു വന്നു. ദൈവമക്കളെ ഒരുപാട് ക്ഷീണിതനായി ഈ ചൂട് താങ്ങാൻ വയ്യാതെ എന്തിനാണ് സിക്കിമിൽ നിന്ന് കടന്നു വന്നത്? പ്രിയപ്പെട്ടവന്റെ ഭാര്യ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ക്യാൻസറാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുകയാ. അവർക്ക് കുട്ടികളില്ല. എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്തായി സാറിനോട് ഒരുമിച്ച് ഡിസംബറിൽ ആ ഫീൽഡിൽ ഞങ്ങൾ കടന്നുപോയതാ. എന്നാൽ എന്തിനു വേണ്ടി കടന്നു വന്നു? എല്ലാവരെയും ഓരോരുത്തരെയും എനിക്ക് എടുത്തു പറയാൻ കഴിയും. എന്നാൽ ദൈവമക്കളെ നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരമാണ് ഈ മിഷണറിമാരെ ഇവിടെ ഇരുത്തിയതെങ്കിൽ നന്ദിയോടെ സ്തോത്രം. പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി പിന്നാമ്പുറം നിൽക്കാനുള്ള ഒരു ഭാരം നമുക്കുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ശാന്തമായി ദൈവസന്നിധി ശോധന ചെയ്യാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. വെസ്റ്റ് ബംഗാൾ, കാൺപൂർ അവരൊക്കെ കടന്നു വരുമ്പോൾ ദൈവമക്കളെ ഓർക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ വെസ്റ്റ് ബംഗാളിലെ മിഷണറി പറഞ്ഞു 28 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഫീൽഡിൽ കടന്നു പോകുകയാണ്. കാൺപൂരിലെ നിരഞ്ജൻ പറഞ്ഞു അവന് കർത്താവിന്റെ വേലയ്ക്കൊരു സൈക്കിള് ചവിട്ടിയാണ് പോകുന്നൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് പോലുമില്ല. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വേല ആത്മഭാരത്തോടെ ഏറ്റെടുക്കുന്നവർ ഈ മിഷണറിമാരുടെ ആവശ്യത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം കരുതാനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാനുമുള്ള തീരുമാനത്തോടെ കടന്നു പോകാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചുറ്റുപാടുകളെ നോക്കുക, അധികാരങ്ങളെ നോക്കുക, ഭരണ സംവിധാനങ്ങളെ നോക്കുകയാ, എതിർപ്പുകളെ നോക്കുകയാ. ആരാണ് അധികാരത്തിൽ വരുന്നെന്ന് നോക്കിക്കൊണ്ട് വേലയെ പേടിച്ച് നിൽക്കുകയാ. നന്ദിയോടെ സ്തോത്രം. എനിക്ക് ഹിന്ദി അറിയില്ല. എൻ്റെ പുറകിലിരിക്കുന്ന മിഷണറിമാരോട് അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞേനെ. ഹല്ലേലൂയ. നമ്മുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഒരുത്തനേ ഇരിക്കത്തുള്ളൂ. അത് സർവശക്തനും സർവജ്ഞാനിയും സർവവല്ലഭനുമായ എൻ്റെ കർത്താവായതുകൊണ്ട് ഒരു ഭരണത്തെയും പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഏതെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിന് നടുവിൽ എന്തെല്ലാം വന്നാലും വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാകൊണ്ട് നന്ദിയോടെ സ്തോത്രം. എനിക്കെൻ്റെ ദൈവം ആത്മാക്കളെ തരും. ഫീൽഡിലേക്ക് കടന്നു പോകുമ്പോൾ എതിർപ്പുകളെ കണ്ട് മാറി നിൽക്കാനല്ല. നന്ദിയോടെ സ്തോത്രം. യെശയ്യാവിന് ഉറപ്പിച്ച ദർശനം പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം നമ്മളെയും ഉറപ്പിക്കുവാൻ ഇടയാകട്ടെ. നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ. ആ ദർശനം കാണണം. അവൻ്റെ വിശുദ്ധിക്കായി കൊതിക്കണം ദൈവമക്കളെ. മറ്റുള്ളവരെ നോക്കി നമ്മളെ കമ്പയർ ചെയ്യാതെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ഞാൻ നിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ഇനി എത്രയോ ശരിയാകാൻ കിടക്കുന്നു. ഞാനൊന്നും ആയിട്ടില്ല. ലോകത്തിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവരെയൊക്കെ നോക്കുമ്പോൾ അവരെക്കാളൊക്കെ ഞാൻ ഭേദമാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരുപാട് സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് വേലയൊക്കെ ചെയ്യുന്നുണ്ട്. ദിവസം അധിക സമയമൊന്നും വീട്ടിലില്ല. ഇങ്ങനെ യാത്രയിലാണ് ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഒന്നുമല്ല ദൈവമക്കളെ, ഇതൊന്നുമല്ല കാര്യം കേട്ടോ. കർത്താവുമായി നോക്കുമ്പോൾ അവന് നമ്മളിൽ പ്രസാദമുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം
ആ വിശുദ്ധിക്കായി കൊതിക്കാം. നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ. ആ വിശുദ്ധിയിലൂടെ നോക്കുമ്പോൾ നമ്മളുടെ അശുദ്ധിയെ കാണാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ അശുദ്ധിയോടൊപ്പം തന്നെ ചുറ്റുമുള്ള ജനത്തെ, അശുദ്ധിയിൽ കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന ജനത്തെ കാണാൻ നമ്മുടെ കണ്ണ് ഇന്ന് പകൽക്കാലം, ഈ മധ്യാഹ്നം കഴിഞ്ഞ സായം സന്ധ്യയോട് അടുക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ ദർശനം മാറി വരട്ടെ. ചുറ്റുപാടുകളിൽ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം ഭാഗ്യം തരട്ടെ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തീരുമാനത്തോടെ കടന്നു പോകാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവേ, ഇവർക്ക് വേണ്ടി ഒന്നും ഞങ്ങൾക്ക് കഴിഞ്ഞില്ലേലും എല്ലാ ദിവസവും ഒരമണിക്കൂർ ഭാരതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഈ മിഷണറിമാർക്ക് വേണ്ടി, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇവിടെ നന്ദിയോടെ സ്തോത്രം. വിശ്വാസികളെ, വേലസ്ഥലങ്ങളെ നന്ദിയോടെ സ്തോത്രം ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, ഇവരാരും രോഗികളാകരുതേ, ഇവിടെ കുടുംബത്തിൽ ആരും രോഗികളാകരുതേ. വേല മുടങ്ങാതെ അത് ചെയ്യാൻ ഇവരെ സഹായിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുമെന്നുള്ള തീരുമാനത്തോടെ കടന്നു പോകാൻ. ഹല്ലേലൂയ. ഞാൻ മാത്രം വിശദീകരിക്കപ്പെട്ടു, എനിക്കത് മതി, എന്നെ തൊട്ടു സ്തോത്രം പറഞ്ഞു പോകാനല്ല. എന്നെ മാത്രം പോരാ ദൈവമേ, എൻ്റെ ചുറ്റുപാടുള്ളവരെ കൂടി തൊടാൻ നീ എന്നെ സഹായിക്കണം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം നീ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നീയാണ്. ആരെല്ലാം ഞങ്ങളുടെ സിംഹാസനത്തില് ലോകപ്രകാരം ആരൊക്കെ ഏതൊക്കെ സിംഹാസനത്തിൽ കടന്നു വന്നാലും അപ്പച്ചാ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ നീ വാണരുളുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ ആശ്രയിക്കുക. ഭാരതത്തിൽ കർത്താവേ, 2022 ആവുമ്പോഴേക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ആരംഭിച്ച നല്ല പ്രവൃത്തി, ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് മറുപടി തന്ന ദൈവമേ, ഞങ്ങളുടെ ഒരു കൊതി കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ 22 കർത്താവേ, എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങൾക്ക് വിശ്വാസികൾ ആരാധനാലയം കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആരൊക്കെ വരട്ടെ, എതിർപ്പുകൾ വരട്ടെ കർത്താവേ, ഞങ്ങളുടെ ദർശനത്തെ നീ അവിടുന്ന് പൂർത്തീകരിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുക. ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മിഷണറിമാരെ തരുന്നു. അഭിഷേകത്തോടെ നിർത്തണമേ, അഭിഷേകത്തോടെ നിന്റെ ഉള്ളം കരത്തിൽ വഹിച്ചാട്ട കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ വേലയുടെ ആവശ്യകതയെ സംബന്ധിച്ച് നിങ്ങൾ ഈ സന്ദേശത്തിലൂടെ ഗ്രഹിച്ചു കാണും. കർത്താവിൻ്റെ വേല എന്തിന് ചെയ്യണം, എന്താണ് അതിൻ്റെ ആവശ്യം? ഭാരതത്തിൽ ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച്, കർത്താവിൻ്റെ വേലയുടെ ആവശ്യകതയെ സംബന്ധിച്ച് അതിൻ്റെ പിന്നിൽ പ്രാർത്ഥിച്ചും സാമ്പത്തികമായും ചുമൽ കൊടുത്തും ശാരീരികമായ സാന്നിധ്യം കൊടുത്തും പിന്നിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് സവിസ്തരമായി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത 18, 19 തീയതികളിൽ കോട്ടയത്ത് നമ്മുടെ സുവിശേഷ യോഗം നടക്കുകയാണ്. ഹോട്ടൽ ഐഡയ്ക്ക് സമീപമുള്ള ഓൾഡ് റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മുടെ സുവിശേഷ യോഗം നടക്കുന്നത്. നിങ്ങളെല്ലാവരും കടന്നു വരണം. 2 ദിവസം ഞാൻ നിങ്ങളോടൊപ്പം കാണും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവ വചനം പങ്കുവയ്ക്കാം. നിശ്ചയമായും ആ കൂടിവരവ് അനുഗ്രഹീതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ വലിയവനായ ദൈവം ആ ശുശ്രൂഷയുടെ മധ്യേ സൗഖ്യമാക്കുകയും അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കടന്നു വരണം. നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ജൂൺ മാസം 18, 19 തീയതികളിൽ ശനി, ഞായർ സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെ നിങ്ങൾ വരണം. നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.